പ്രിയമുള്ളവരെ, അരുവിക്ക ഗ്രാമപഞ്ചായത്ത് പൊതു ക്രമറ്റോറിയം നിർമ്മാണോദ്ഘാടനം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ തറക്കല്ലിടുന്ന ചടങ്ങിലേക്കായി എല്ലാവരെയും ആ പ്രദേശത്തേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അരുവിക്കര പഞ്ചായത്തിലെ ഒരു പഞ്ചായത്തിനും ഒരു ശ്മശാനം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്നുള്ള സർക്കാരിൻ്റെ ഒരു ഉത്തരവാണിത്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു 40 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കോക്കോതമംഗലം കേന്ദ്രീകരിച്ച് ഒരു 50 സെൻറ്റ് വസ്തു വാങ്ങിയതാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം ഒന്നും തന്നെ ഇതുവരെ നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം 17 ലക്ഷം രൂപ വിനിയോഗിച്ച് നമ്മളെ റീറ്റെയിനിങ് വാൾ കെട്ടി ബാക്കി 1 കോടിയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ്. ഈ പ്രാവശ്യം നമ്മൾ 50 ലക്ഷം രൂപ ഇതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഫലകത്തിൽ അതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാന്യ MLA ക്ഷണിക്കുന്നു. ശിലാഫലകാനാച്ഛാദനം ചെയ്യുകയാണ്. നമ്മുടെ ഈ അരുവിക്കര ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന കോക്കോതമംഗലം കേന്ദ്രീകരിച്ച് നിർമ്മിക്കുന്ന പൊതു ശ്മശാനത്തിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ഇന്നോടെ നടക്കുന്നത്. അതിൻ്റെ തറക്കല്ലിടൽ. നമുക്കറിയാം, അരുവിക്കര പഞ്ചായത്തിന് മുന്നിലും പഞ്ചായത്തിന്റെ പരിസര പ്രദേശങ്ങളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ നിരവധി തവണ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ധാരാളം സമര പരിപാടികളൊക്കെ അരങ്ങേറി കഴിഞ്ഞിരുന്നു. നമുക്ക് നമ്മുടെ പഞ്ചായത്ത് പരിധിയിലുള്ള മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് തൊട്ടടുത്ത കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ അല്ലെങ്കിൽ വെള്ളനാട് പഞ്ചായത്തിന്റെ കീഴിലുള്ള ക്രിമിറ്റോറിയങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം എന്നോണം നമുക്ക് നമ്മുടെ പഞ്ചായത്തിന് സ്വന്തമായി ഒരു സ്ഥലം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് നമ്മളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. 2020 ശ്രീ കളത്ര മധു പ്രസിഡന്റായിരുന്ന സമയത്താണ് ഈ സ്ഥലത്തിന് 17 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ട് അതിനൊരു ചുറ്റുമതിൽ നിർമ്മിച്ചുകൊണ്ട് ഒരു തുടക്കം കുറിച്ചത്. ഇപ്പോൾ അതിനുശേഷം 2020, 2022, 2023 കാലയളവിൽ തന്നെ നമ്മുടെ വിവിധ വാർഷിക പദ്ധതികളിൽ നിന്നും നല്ലൊരു ശതമാനം തുക ഈ പദ്ധതിയിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് ഏകദേശം 1 കോടിയിലധികം രൂപ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ നിർമ്മാണ ഉദ്ഘാടനം ഇവിടെ നമ്മുടെ പ്രിയങ്കനായ MLA നിർവഹിച്ചു കഴിഞ്ഞത്. ഒരു സ്കൂൾ കെട്ടിടമോ അല്ലെങ്കിൽ ഒരു അംഗൻവാടി കെട്ടിടമോ നമുക്ക് പുതുതായിട്ട് തുടങ്ങാൻ വലിയ പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ അതുപോലെയല്ല ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് സാമ്പത്തികമായും സാങ്കേതികമായും സാമൂഹ്യമായുമുള്ള തടസ്സങ്ങളെല്ലാം മാറ്റിക്കൊണ്ടാണ് നമ്മൾക്കൊരു പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. പല പല പ്രശ്നങ്ങളും തുടക്കം മുതലേ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെതായ കാലതാമസങ്ങളുമുണ്ട്. എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെതായ ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്ന് ഇരിക്കുകയാണ്. 1 കോടിയിലധികം രൂപ അതിനായി തന്നെ പഞ്ചായത്ത് വിവിധ വാർഷിക പദ്ധതികളായി മാറ്റിവെച്ചു കഴിഞ്ഞു. നമ്മുടെ മറ്റുള്ള പഞ്ചായത്തിനെയോ കോർപ്പറേഷനെയോ ഒക്കെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ പഞ്ചായത്തിലുള്ള മരണങ്ങൾ നടക്കുമ്പോഴുള്ള ശവശരീരങ്ങൾ മറവ് ചെയ്യാൻ സംസ്കരിക്കാനുമുള്ള ഒരു വേദി എന്ന നിലയിൽ ഇതിൻ്റെ നിർമ്മാണം ഇനി വരുന്ന ആളുകളിൽ ഇവിടെ വളരെ വേഗത്തിൽ തന്നെ പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകും. ഒരു പഞ്ചായത്തിന് ഒരു ശ്മശാനം വേണമെന്നുള്ളത് സർക്കാരിൻ്റെ നിർബന്ധമായ നിയമമാണ്. അപ്പോൾ എവിടെയാണോ നമ്മൾ സ്ഥലം കണ്ടെത്തുന്നത് അവിടെ അത് നമുക്ക് പണിയേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ 40 വർഷങ്ങൾക്ക് മുൻപാണ് അരുവിക്കര ഗ്രാമപഞ്ചായത്ത് ഒരു 50 സെൻറ്റ് സ്ഥലം കോക്കോതമംഗലത്തെ കൊറ്റാമല കേന്ദ്രമാക്കി വാങ്ങിയത്. പക്ഷേ ഈ 40 വർഷങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ ഒരു പ്രവർത്തനോദ്ഘാടനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം നമ്മൾ ഒരു 17 ലക്ഷം രൂപ ചുറ്റുത്തു ഫണ്ടിൽ നിന്ന് മാറ്റിവെച്ച് ഇവിടെ ഒരു റീറ്റെയിനിങ് വാൾ പണിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1 കോടി രൂപയാണ് ഇതിൻ്റെ എസ്റ്റിമേറ്റ്. ഇത് നെടുമങ്ങാട് ഇരിക്കുന്ന ശ്മശാനത്തിൻ്റെ മോഡലിലാണ് ഇത് ചെയ്യാൻ പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഗ്യാസിലാണത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള ഒരു പരിസര മലിനീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുകയില്ല. ഇതിൻ്റെ പുകയൊക്കെ പോകുന്നതിന് തന്നെ വെള്ളത്തിൽ കൂടി പോകുന്നതിനുള്ള സംവിധാനമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്.
എന്തായാലും വളരെ നല്ല ഒരു പ്ലാനിൽ മറ്റുള്ള സാഹചര്യ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതെ തദ്ദേശവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലുള്ളൊരു പ്രവർത്തനമാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. ഗ്രാമപഞ്ചായത്തിന് 27 അനിവാര്യ ചുമതലകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പം മാറിയെന്ന് അറിഞ്ഞൂടെ. ഞങ്ങളൊക്കെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 27 അനിവാര്യ ചുമതലകളാണ് ഉള്ളത്. അതിൽ ഒരെണ്ണമാണ് ഈ മൃതശരീരങ്ങൾ മറവ് ചെയ്യാനുള്ള സൗകര്യം, വൈദ്യുതി സൗകര്യം, കുടിവെള്ള സൗകര്യം, പാർപ്പിട സൗകര്യം. ഇതെല്ലാം ആ അനിവാര്യ ചുമതലയിൽ വരും. എല്ലാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു 25 വർഷത്തിന് മുമ്പ് നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താ? ഭൂമി തുണ്ടല്ല, ആവശ്യത്തിലേറെ ഭൂമിയുണ്ട്. അതുകൊണ്ട് മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ഒഴിച്ചുള്ള എല്ലാവരും അവരുടെ പറമ്പിലാണ് അവരുടെ കുടുംബാംഗങ്ങൾ മരണപ്പെട്ടാൽ ദഹിപ്പിക്കുകയോ അടക്കം ചെയ്യുകയോ ചെയ്യുന്നത്. മതാചാരപ്രകാരം മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നവർ അവർ പള്ളിയോട് ചേർന്നുള്ള ഒരു ശ്മശാനത്തിലാണ് അവർ മൃതശരീരങ്ങൾ മറവ് ചെയ്യുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത, ഈ അണുകുടുംബ വ്യവസ്ഥിതി വന്നതിന് ശേഷം ഭൂമി തുണ്ടുതുണ്ടായി മാറി. ഞാൻ ഒരാഴ്ച മുമ്പ് എൻ്റെ നാട്ടിൽ കാട്ടാക്കട പഞ്ചായത്തിൽ തൂങ്ങാമ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു മരണ വീട്ടിൽ പോയി. മരണ വീട്ടിൽ പോയപ്പോൾ അവർ ഒരു 2 സെൻറ്റ് വരുമായിരിക്കും, അവർക്ക് 3 സെൻറ്റ് തികച്ചില്ല. അവിടെ ഒരു കുഴിയെടുക്കുകയാണ്. ആ കുഴിയെടുത്ത സ്ഥലത്തുനിന്ന് ഇവരൊരു വെട്ടുമ്പോൾ കുറേ വെള്ളം ഇങ്ങനെ ഗമിച്ച് വരികയാണ്. കാര്യം ഏലായോട് ചേർന്നുള്ള സ്ഥലമാണ്, വേറെ സ്ഥലമില്ല. അവരാണെങ്കിൽ ഈ ക്രിസ്തീയ മതവിശ്വാസികളാണ്. അപ്പോൾ അവർക്ക് അടക്കം ചെയ്യാനേ പറ്റും, ദഹിപ്പിക്കാൻ പറ്റില്ല. വെള്ളം ഇങ്ങനെ വെട്ടുന്നതിനനുസരിച്ച് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ആ മൃതശരീരം അവിടെ അടക്കം ചെയ്യാൻ വേണ്ടി കഴിയുക? ആധുനിക രീതിയിലുള്ള ഗ്യാസ് ക്രിമിറ്റോറിയമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. നമ്മൾ നേരത്തെ പഴയ കാലഘട്ടത്തിലെ ഈ ശ്മശാനങ്ങളെന്ന് പറഞ്ഞാൽ മാനുവലായിട്ടുള്ള മനുഷ്യൻ ചെയ്യുന്ന ഈ വിറകോ തൊണ്ടോ ഒക്കെ അടുക്കി ചെയ്യുന്ന സാഹചര്യം, അതൊന്നും അല്ല ഇപ്പോൾ. ഇപ്പം ആധുനിക രീതിയാണ്, അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഗ്യാസ് ക്രിമിറ്റോറിയം എന്ന് പറഞ്ഞാൽ ഒരു ഗ്യാസ് പോലും നമുക്ക് ഉണ്ടാവില്ല അന്തരീക്ഷത്തിൽ. അതിൻ്റെ അവശേഷിക്കുന്ന ഗ്യാസ് വെള്ളത്തിനടിയിലോട്ടാണ് വിടുന്നത്. അത്രയും ടെക്നോളജി വളർന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ എന്തിനാ നമ്മൾ അത് വേണ്ട എന്നോ അതിലെന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യം നമുക്ക് ആർക്കുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ 1 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് അവരിവിടെ പ്ലാൻ ചെയ്യുന്നത്. 17 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം മുടക്കി 50 ലക്ഷം രൂപ ഈ പ്രാവശ്യം മുടക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അനുബന്ധ പ്രവർത്തനത്തിലുള്ള ബാക്കി 33 ലക്ഷം കൂടെ അവർ ഇനി ചെലവഴിക്കും. അങ്ങനെ വരുമ്പോൾ ആധുനിക രീതിയിലുള്ള ഒരു ഇലക്ട്രിക് ക്രിമിറ്റോറിയമാണ് നടത്താൻ വേണ്ടി കഴിയുന്നത്. 1 കോടി രൂപ ചെലവിൽ അരുവിക്കര ഗ്രാമപഞ്ചായത്ത് നിർമ്മിക്കാൻ വേണ്ടി പോകുന്ന ഗ്യാസ് ക്രിമിറ്റോറിയത്തിൻ്റെ അതിൻ്റെ തറക്കല്ലിടലുമായി ബന്ധപ്പെട്ട നിർമ്മാണ ഉദ്ഘാടനം വേദിയിലിരിക്കുന്ന ബഹുമാനിയുടെയും സദസ്സിലിരിക്കുന്ന ബഹുമാനിയുടെ അനുവാദത്തോടു കൂടി നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിവാദം.